ഹലോ എവരി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് മൈക്രോസ്പോർസ് എങ്ങനെയാണ് സെലാജിനെല്ലയിൽ ജെർമിനേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി പഠിക്കാം. അപ്പോൾ മൈക്രോസ്പോർസ് ജെർമിനേറ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നു? മൈക്രോ ഗാമറ്റോഫൈറ്റ് ആയിട്ട് മാറുന്നു അല്ലേ? അപ്പം നോക്കൂ, ഇവിടെ സെലാജിനെല്ലയുടെ സ്പോർ ജെർമിനേഷൻ എന്ന് പറയുന്നത് ഇൻസിറ്റു ആണ്. ഇൻസിറ്റു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ സ്പോർസ് ജെർമിനേറ്റ് ചെയ്യുന്നത് സ്പൊറാഞ്ചിയയ്ക്ക് അകത്ത് വെച്ചിട്ടാണ്, അകത്ത് നിന്നുകൊണ്ടാണ്. മനസ്സിലായോ? അപ്പോൾ ഈ സ്പോർസ് പിന്നീട് വെളിയിലേക്ക് ലിബറേറ്റ് ചെയ്യുന്നത് ഒരു മൾട്ടി സെല്ലുലാർ ഗാമറ്റോഫൈറ്റ് ആയിട്ടാണ്. അപ്പൊ അതുവരെ ഈ സ്പോർസ് സ്പൊറാഞ്ചിയത്തിനകത്ത് തന്നെ ഇരിക്കും. മനസ്സിലായോ? അപ്പൊ സ്പൊറാഞ്ചിയത്തിനകത്ത് ഇരുന്നുകൊണ്ട് ജെർമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ മൈക്രോസ്പോർസ് ജെർമിനേറ്റ് ചെയ്തിട്ട് മെയിൽ ഗാമറ്റോഫൈറ്റ് ആയിട്ട് മാറും. മെഗാസ്പോർസ് ജെർമിനേറ്റ് ചെയ്തിട്ട് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെ ഈ മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്ത് ഇരുന്നുകൊണ്ട് തന്നെ പയ്യെ ഈ മൈക്രോസ്പോർസ് ജെർമിനേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് അത് ഫൈനൽ ഒരു 13 സെൽഡ് സ്റ്റേജ് ആകുമ്പോഴാണ് ലിബറേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ലിബറേറ്റ് ഔട്ട് ചെയ്യുന്നത് ആ മൈക്രോസ്പോർ ഒരു 13 സെൽഡ് സ്റ്റേജ് ആകുമ്പോഴാണ്. അതുവരെ മൈക്രോസ്പോർസ് സ്പൊറാഞ്ചിയത്തിനകത്ത് തന്നെ ഇരിക്കും. എങ്ങനെയാണ് ഈ 13 സെൽഡ് സ്റ്റേജ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു സിംഗിൾ മൈക്രോസ്പോറ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ആ ഡിവിഷൻ എന്ന് പറയുന്നത് അൺഈക്വൽ ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? സൈസിൽ വ്യത്യാസമുള്ള രണ്ട് സെൽസ് പ്രൊഡ്യൂസ്ഡ് ആവും. ഒന്ന് ഒരു സ്മോൾ സെല്ലായിരിക്കും, മറ്റേത് ഒരു ലാർജ് സെല്ലായിരിക്കും. ഈ സ്മോൾ സെല്ലിനെ പ്രൊത്താലിയൽ സെല്ലെന്നും ലാർജ് സെല്ലിനെ ആന്ത്രേഡിയൽ സെല്ലെന്നുമാണ് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പം അങ്ങനെ രണ്ട് സെൽസ് ആദ്യം ഉണ്ടാവും. ഇതിൽ സ്മോൾ പ്രൊത്താലിയൽ സെല്ല് പിന്നീട് ഡിവൈഡ് ചെയ്യില്ല, അത് അങ്ങനെ തന്നെ നിലനിൽക്കും. അതേസമയം ലാർജ് ആന്ത്രേഡിയൽ സെല്ല് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ അത് 12 സെൽസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ 12 സെൽസിൽ 4 സെൽസ് സെന്ററിലും ബാക്കിയുള്ള 8 സെൽസ് ഈ സെൻട്രൽ സെൽസിനെ സറൗണ്ട് ചെയ്തും അറേഞ്ച് ചെയ്യും. അങ്ങനത്തെ 4 സെൻട്രൽ സെൽസിനെയാണ് നമ്മൾ പ്രൈമറി ആൻഡ്രോഗോണൽ സെൽസ് എന്ന് പറയുന്നത്. അതേസമയം ഈ സെൽസിനെ സറൗണ്ട് ചെയ്ത് കാണുന്ന 8 പെരിഫറൽ സെൽസിനെ ജാക്കറ്റ് സെൽസ് എന്നും വിളിക്കുന്നു. അപ്പൊ അങ്ങനെ നോക്കൂ, അപ്പൊ ഓൾ ടുഗദർ എത്ര സെൽസ് ആയി? ഓക്കെ, അപ്പൊ ഓൾ ടുഗദർ എത്ര സെൽസ് ആയി? അങ്ങനെ ആ സിംഗിൾ മൈക്രോ ഗാമറ്റോഫൈറ്റിനകത്ത് ഓൾ ടുഗദർ 13 സെൽസ് ആകും അല്ലെ? എങ്ങനെയാണ് 13 സെൽസ് ആകുന്നത്? സെൻട്രലിലുള്ള 4 ആൻഡ്രോഗോണൽ സെൽസ് പ്ലസ് ഈ ആൻഡ്രോഗോണൽ സെൽസിനെ സറൗണ്ട് ചെയ്ത് കാണുന്ന 8 ജാക്കറ്റ് സെൽസ്, പിന്നെ ആദ്യം ഫോം ചെയ്ത ഒരു സ്മോൾ പ്രൊത്താലിയൽ സെല്ലില്ലേ അതും. അപ്പൊ ടോട്ടൽ എത്രയായി? 12 1 13. കണ്ടോ? അങ്ങനെയാണ് 13 സെൽഡ് സ്റ്റേജ് ആയിട്ട് മാറുന്നത് മൈക്രോ ഗാമറ്റോഫൈറ്റ്. മനസ്സിലായോ? അപ്പൊ ഈ 13 സെൽഡ് സ്റ്റേജിലാണ് ഈ മൈക്രോ ഗാമറ്റോഫൈറ്റ് ലിബറേറ്റ് ചെയ്യപ്പെടുന്നത് മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്ത് നിന്ന്. ഇത്രയും മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ അതിന്റെ പിക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് നോക്കൂ, ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇതാണ് മൈക്രോസ്പോർ. കണ്ടോ? ദിസ് ഇസ് ദ മൈക്രോസ്പോർ. ഈ മൈക്രോസ്പോർ 2 അൺഈക്വൽ സെൽസ് ആയിട്ട് ആദ്യം ഡിവൈഡ് ചെയ്യുന്നു. കണ്ടോ? ഒരു സ്മോൾ പ്രൊത്താലിയൽ സെല്ലും പിന്നെ ഒരു ലാർജ് ആന്ത്രേഡിയൽ സെല്ലും. ഇതിൽ ഈ പ്രൊത്താലിയൽ സെല്ല് പിന്നീട് ഡിവൈഡ് ചെയ്യില്ല, പകരം ആന്ത്രേഡിയൽ സെല്ല് മാത്രം റിപ്പീറ്റഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഡിവൈഡ് ചെയ്ത് ആന്ത്രേഡിയൽ സെൽസ് 12 സെൽസ് ആയിട്ട് മാറും. അതിൽ 4 സെൽസ് സെന്ററിലും ബാക്കി 8 സെൽസ് അതിന് ചുറ്റുമായിട്ടും ഇതുപോലെ അറേഞ്ച് ചെയ്തിരിക്കും. കണ്ടോ? യങ് ഗാമറ്റോഫൈറ്റ് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്ന ഈ പിക്ചർ കണ്ടോ? ഇതിൽ 4 സെൽസ് സെന്ററിൽ, ബാക്കി സെൽസ് നമുക്ക് എണ്ണാം. 1 2 3 4 5 6 7 8. കണ്ടോ? 8 സെൽസ്. അപ്പേ അങ്ങനെ 8 സെൽസ് ഈ സെൻട്രലിലുള്ള സെൽസിനെ സറൗണ്ട് ചെയ്ത് അറേഞ്ച് ചെയ്തിരിക്കും. ഈ 8 സെൽസ് ആണ്, ഈ പെരിഫറിയിൽ കാണുന്ന 8 സെൽസിനെയാണ് ജാക്കറ്റ് സെൽസ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഈ സെൻട്രലിൽ കാണുന്ന ഈ 4 സെൽസിനെ പ്രൈമറി ആൻഡ്രോഗോണിയൽ സെൽസ് എന്നും പറയുന്നു. കണ്ടോ? അപ്പം അങ്ങനെ ഒരു സെൻട്രൽ ആൻഡ്രോഗോണിയൽ സെൽസും ബാക്കി ചുറ്റിനും ജാക്കറ്റ് സെൽസും ആയിട്ട് മാറുന്നു. അപ്പം ഇതാണ് പ്ലസ് നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്രൊത്താലിയൽ സെൽ അല്ലെ, സിംഗിൾ പ്രൊത്താലിയൽ സെൽ. അങ്ങനെ ഇതൊരു 13 സെൽഡ് സ്റ്റേജ് ആയിട്ട് മാറുന്നു. മനസ്സിലായോ? ഓക്കെ, ഈ 13 സെൽഡ് സ്റ്റേജിലാണ് ആ മൈക്രോ ഗാമറ്റോഫൈറ്റ് ലിബറേറ്റഡ് ആകുന്നത്. ഇനി അടുത്ത സ്റ്റേജസ് നമുക്ക് നോക്കാം. ഇനി അടുത്ത സ്റ്റേജസ് എന്ന് പറയുന്നത്
ലിബറേഷൻ കഴിഞ്ഞിട്ടുള്ള ഡെവലപ്മെന്റ് ആണ്. അപ്പൊ അങ്ങനത്തെ 13 സെൽഡ് മൈക്രോ ഗാമറ്റോഫൈറ്റ് മൈക്രോസ്പൊറാഞ്ചിയത്തിൽ നിന്ന് ലിബറേറ്റ് ഔട്ട് ആകുന്നു. ലിബറേറ്റ് ചെയ്യുമ്പോൾ 2 സ്ഥലത്ത് ഇതിന് വീഴാം. ഒന്ന് മണ്ണിൽ വീഴാം, രണ്ടാമത് മെഗാസ്പൊറാഞ്ചിയത്തിനകത്ത് വീഴാം. മെഗാസ്പൊറാഞ്ചിയത്തിനകത്ത് വീഴുകയാണെങ്കിൽ അത് ഒരു പോളിനേഷന് സമമാകും. ഇവിടെ നമുക്ക് പോളിനേഷൻ എന്ന് പറയാൻ പറ്റില്ല. പോളിനേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിക്കുള്ള ഡെഫിനിഷൻ ഫ്ലവറിംഗ് ആയിട്ടുള്ള പ്ലാന്റ്സിൽ നടക്കുന്ന പോളൻ ഗ്രെയിൻസിന്റെ ട്രാൻസ്ഫർ ആണ്. ഇതിവിടെ ഫ്ലവറിംഗ് പ്ലാന്റ്സ് അല്ലാത്തത് കൊണ്ട് നമുക്കിതിനെ ഒരു ട്രൂ പോളിനേഷൻ എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിന് പറയുന്ന പേരാണ് ഇൻസിപ്പിയന്റ് പോളിനേഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ആക്ച്വലി നടക്കുന്നത്? ഈ മൈക്രോസ്പോർസ് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് അഥവാ മെഗാസ്പൊറാഞ്ചിയത്തിനകത്തേക്ക് ഡയറക്റ്റ് ആയിട്ട് വീഴുന്നു. ഇതിനെയാണ് ഇൻസിപ്പിയന്റ് പോളിനേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഈ 13 സെൽഡ് സ്റ്റേജിലുള്ള ഈ മൈക്രോ ഗാമറ്റോഫൈറ്റ് 2 സ്ഥലത്ത് വീഴുന്നു. ഒന്നുകിൽ അത് നേരെ മണ്ണിൽ വീഴുന്നു. അത് ചില സ്പീഷീസിൽ അങ്ങനെയാണ്, നേരെ ഡയറക്റ്റ് ആയിട്ട് ഈ മൈക്രോ ഗാമറ്റോഫൈറ്റ് മണ്ണിലേക്ക് വീഴും. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് മെഗാസ്പൊറാഞ്ചിയത്തിനകത്തേക്ക് വീഴുന്നു. അത് ചില സ്പീഷീസിൽ മാത്രമാണ് ഇങ്ങനെ നടക്കുന്നത്. ഇൻസിപ്പിയൻ പോളിനേഷൻ എന്നാണ് അതിന് പറയുന്നത്. അപ്പൊ എന്തായാലും ഇവിടെ നടക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ മൈക്രോ ഗാമറ്റോഫൈറ്റ് ലിബറേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സെൻട്രലിൽ കാണുന്ന പ്രൈമറി ആൻഡ്രോഗോണിയൽ സെൽസ് ഉണ്ടല്ലോ, അത് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് 128 തൊട്ട് 251 ആൻഡ്രോസൂയിഡ് മദർ സെൽസ് ആയിട്ട് മാറുന്നു. ഇതിന്റെ മറ്റു പേരാണ് ആൻഡ്രോസൈറ്റ്. ഓക്കെ, ഇനി ഈ ആൻഡ്രോസൂയിഡ് മദർ സെൽസിനെ ഈ ആൻഡ്രോഗോണിയൽ സെൽസിനെ സറൗണ്ട് ചെയ്ത് കാണുന്ന ജാക്കറ്റ് ലെയർ സെൽസ് ഉണ്ടല്ലോ, ഈ ജാക്കറ്റ് ലെയർ സെൽസ് ഈ സമയം കൊണ്ട് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്തിട്ട് ഒരു മ്യൂസിലേജനസ് ലെയർ ആയിട്ട് മാറും. മനസ്സിലായോ? അപ്പൊ മ്യൂസിലേജനസ് ലെയറിൽ ഈ ആൻഡ്രോസൂയിഡ് മദർ സെൽസ് അഥവാ ആൻഡ്രോസൈറ്റ്സ് ഇങ്ങനെ എംബഡ് ചെയ്ത് കിടക്കും. ഓക്കെ, ഇനി ഈ ഓരോ ആൻഡ്രോസൂയിഡ് മദർ സെൽസും ആൻഡ്രോസൂയിഡ്സ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യും. ആൻഡ്രോസൂയിഡ്സ് എന്ന് പറയുന്നത് ബൈഫ്ലജല്ലേറ്റഡ് ആയിട്ടുള്ള കോയിൽഡ് സ്ട്രക്ചേഴ്സ് ആണ്. അപ്പം ഈ ഒരു സ്റ്റേജിലാണ് ജാക്കറ്റ് ലെയർ ബ്രേക്ക് ചെയ്യുന്നത്. അപ്പം ജാക്കറ്റ് ലെയർ അങ്ങനെ ബ്രേക്ക് ആയിട്ട് അതിനകത്തിരിക്കുന്ന ആൻഡ്രോസൂയിഡ്സ് ഒരു മാസ് ആയിട്ട് ഇജക്റ്റ് ചെയ്യപ്പെടും വെളിയിലേക്ക്. ഓക്കെ, അപ്പം ഈ സ്റ്റേജ് വരെ ഈ ആൻഡ്രോസൂയിഡ് ഫോം ചെയ്യുന്ന, അതായത് ആൻഡ്രോസൂയിഡ് ഇജക്റ്റ് ചെയ്യുന്ന സ്റ്റേജ് വരെ ആ ഹോൾ പ്രോസസ്സ് നടക്കുന്നത് മൈക്രോസ്പോർ വാളിനകത്താണ്, അതായത് എൻഡോസ്പോറിനകത്താണ്. ഇവിടെ സെലാജിനെല്ലയിൽ വെജിറ്റേറ്റീവ് പ്രൊത്താലസ് ടോട്ടലി ആബ്സെന്റ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സസിൽ ടെറിസും ബാക്കി ടെറിഡോഫൈറ്റ്സിലൊക്കെ ഒരു പ്രൊത്താലസ് ഇൻഡിപെൻഡന്റ് ഗാമറ്റോഫൈറ്റ് ഉണ്ടെന്ന് പഠിച്ചു അല്ലേ? പക്ഷേ ഇവിടെ സെലാജിനെല്ലയിൽ അങ്ങനെ ഒരു ഇൻഡിപെൻഡന്റ് ഗാമറ്റോഫൈറ്റ് ഇല്ല, പ്രൊത്താലസ് ഇല്ല. ഓക്കെ, ഇവിടെ മൈക്രോ ഗാമറ്റോഫൈറ്റ്, ഇവിടെയുള്ള ഗാമറ്റോഫൈറ്റ് ഡിപ്പെൻഡന്റ് ആണ് പാരന്റ് പ്ലാന്റിന്. ഓക്കെ, അപ്പൊ പേരന്റ് പ്ലാന്റിനകത്താണ് ഈ ഗാമറ്റോഫൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. ഡെവലപ്പ് ചെയ്തിട്ട് ഈ മൈക്രോ ഗാമറ്റോഫൈറ്റ് 13 സെൽഡ് സ്റ്റേജ് ആകുമ്പോഴാണ് വെളിയിലേക്ക് വരുന്നത്. അതുവരെ പേരന്റ് പ്ലാന്റിൽ നിന്നാണ് ന്യൂട്രീഷൻ അബ്സോർബ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ എന്ത് വിളിക്കാം? ഇത് ഇൻഡിപെൻഡന്റ് അല്ല, ഇത് ഡിപ്പെൻഡന്റ് ആണെന്ന് പറയാം അല്ലേ? സെലാജിനെല്ലയിലെ ഗാമറ്റോഫൈറ്റ് ഈസ് ഡിപ്പെൻഡന്റ് അപ്പോൺ പേരന്റ് പ്ലാന്റ് ഫോർ ഇറ്റ്സ് ന്യൂട്രീഷൻ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പം അതിന് മുന്നേ ആയിട്ട് ആ പിക്ചറിൽ ബാക്കിയുള്ള 2 പിക്ചേഴ്സ് ഇല്ലേ, നേരത്തെ ഇപ്പം കണ്ട ഈ ഒരു സ്ലൈഡിൽ നമ്മൾ മെച്യൂറിങ് ഗാമറ്റോഫൈറ്റ് വരെയാണ് നോക്കിയത് അല്ലേ? അതിനുശേഷം ഒരു മെച്യൂർ ഗാമറ്റോഫൈറ്റ് എങ്ങനെ ഇരിക്കും? ഇങ്ങനെയാണ് കാണുന്നത്, കണ്ടോ? ആൻഡ്രോസൂയിഡ്സ് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോഴാണ് അതിനെ ഒരു മെച്യൂർ ഗാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, ജാക്കറ്റ് ലെയർ ഇങ്ങനെ ബ്രേക്ക് ആയിരിക്കുന്നത് കണ്ടോ? എന്നിട്ട് അതിനകത്ത് എൻഡോസ്പോറാണ്, എൻഡോസ്പോറിനകത്ത് ആൻഡ്രോസൂയിഡ്സ് ഫോം ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ആൻഡ്രോസൂയിഡ് ഫോം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും? ഈ എൻഡോസ്പോറും ബ്രേക്ക് ആയിട്ട് അതിനകത്തിരിക്കുന്ന ആൻഡ്രോസൂയിഡ്സ് വെളിയിലേക്ക് വരും അല്ലേ? ഇനി ഒരു സിംഗിൾ ആൻഡ്രോസൂയിഡിനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആൻഡ്രോസൂയിഡ് കണ്ടോ, ഒരു കോയിൽ ചെയ്ത് ഇങ്ങനെ കേർവ് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. എന്നിട്ട് അതിന് 2 ഫ്ലജലയും കാണും കേട്ടോ. ഇതാണ് ആൻഡ്രോസൂയിഡ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മെഗാ ഗാമറ്റോഫൈറ്റിനെ പറ്റി പഠിക്കാം. അപ്പൊ എനിവേ, താങ്ക്സ് എ ലോട്ട് മൈ ഡിയർ സ്റ്റുഡൻസ്.